കഴിക്കുന്ന അതേ ടേസ്റ്റിൽ സോഫ്റ്റും അതുപോലെ തന്നെ ജ്യൂസി ആയിട്ടുള്ള നല്ല ചിക്കൻ ഷവർമ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 തരം സോസും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാഹിദ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ ചിക്കൻ ഷവർമേൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഷവർമയാണ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുബൂസ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല സോഫ്റ്റും ഇതുമാട്ടോ. ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറപ്പിക്കല്ല. എന്താ പറയുക, നല്ല ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ചെയ്യുന്ന രീതിയിൽ ഇത്തിരിയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എരിവും ഇതൊക്കെ വന്നിട്ടുള്ള ആ ഒരു ചിക്കൻ ഷവർമ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ. പക്ഷേ ചിക്കൻ നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് അധികമൊക്കെ ഇട്ട് കൊടുക്കുമ്പം ആ ഒരു ഷവർമക്ക് ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാൽ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരൊക്കെയുണ്ടെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ഒപ്പം തന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ 2 സ്പൂൺ അളവിൽ ഈസ്റ്റാണ്. നമ്മൾ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ചെറിയ സ്പൂൺ, ടീസ്പൂണിൽ 2 സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ട് അതിൽ 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി 1 ഗ്ലാസ് വെള്ളം, അതായത് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മെൽട്ടാക്കിയിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പം ആ സമയം കൊണ്ട് നന്നായിട്ടൊന്ന് പൊന്തിയിട്ട് വരും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മാവിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 4 കപ്പ് മൈദ എന്ന അളവിനാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതാ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതാക്കി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ള ഈസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ടെന്ന് തോന്നി. അപ്പൊ ഞാൻ ഇത്തിരി കുറച്ചുകൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. നമുക്ക് ചപ്പാത്തിന്റെ അത്രക്ക് വെള്ളം വേണ്ട, അതിലേറെ ഒന്നും കൂടി കട്ടിക്ക് വേണം അതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നന്നായിട്ട് കുഴച്ചത് ഒരുപാട് അങ്ങോട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഈ ഒരു രീതി തന്നെ കുഴച്ചാൽ മതി. ഇനി ഇതിലേക്ക് എന്താ വെച്ചാൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിന്റെ മേലും തടവിയിട്ട് നമുക്കൊന്ന് എത്ര മണിക്കൂർ, ഒരു 2 മണിക്കൂർ, ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2-3 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. പക്ഷെ നല്ല ഈസ്റ്റ് ആണെങ്കിൽ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പൊ അത് നല്ലൊരു ഈസ്റ്റ് തന്നെ ആയിരുന്നു. നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ആ കുപ്പിയിലുള്ള ഈസ്റ്റിന് പകരമായിട്ട് നല്ല ഈസ്റ്റ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അതായത് നല്ല ഈസ്റ്റ് നമ്മൾ തൂക്കി വാങ്ങാൻ കിട്ടും. ആ ഒരു ഈസ്റ്റാണ് ഇതിന് ബെറ്റർ. അപ്പൊ അതാ അത്യാവശ്യം നന്നായിട്ട് പൊന്തിയിട്ട് ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ മാത്രമേ റെസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഏകദേശം 4 കപ്പ് പൊടിയിൽ പിന്നെ നമുക്ക് 10 ചെറിയ കുബൂസൊക്കെ ആണെങ്കിൽ 12-13 ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ ഞാനിപ്പോ അത്യാവശ്യം വലുതായിട്ടുണ്ട്. 10-11 പീസായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. 11 കുബൂസിന്റെ അതുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അളവിനാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് ഇഷ്ടാനുസരണം ചെറുതും വലുതും ഒക്കെ ആക്കാട്ടോ. ഇതുപോലെ ബോൾസ് ആക്കി വെക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ബോൾസ് ആക്കി വെച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ആ പാത്രത്തിൽ വെച്ചിട്ട് ഇതിന്റെ മേലെ ക്ലീൻ ഡ്രാപ്പോ എന്തെങ്കിലും ഒന്ന് കവർ ചെയ്ത് വെക്കണം. കാരണം വേഗം ഡ്രൈ ആകും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ മൊത്തം 11 ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്, കാരണം ഇത് വേഗം ഡ്രൈ ആവും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു തിന്നിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടി പിന്നെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാം, പക്ഷെ ഒരുപാട് കട്ടിയിലേക്കാട്ടും നല്ലത് ഈ ഒരു തിക്നെസ്സിലായിരിക്കും. ഇന്നലെ തന്നെ നമുക്ക് നന്നായിട്ട് പൊള്ളച്ചൊക്കെ വരുമ്പോൾ നല്ല ഒരു സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരുപാട് കട്ടിയില്ലാതിനേക്കാട്ടും നല്ലത് ഈ ഒരു കട്ടിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അതാ ഞാനെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കണം. അപ്പൊ അതെന്ത് ചെയ്യുമ്പോൾ ചെറിയ ബോൾസ് ഇങ്ങനെ വരും. അപ്പൊ എന്ത് ചെയ്യുക വെച്ചാൽ ഒന്ന് മറിച്ചിട്ടെടുക്കാം. പിന്നെ നമ്മളിത് വേഗം ചുട്ടെടുത്താൽ തന്നെ വേഗം കാസറോളിൽ അങ്ങനെയൊക്കെ വെക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നന്നായിട്ട് ഡ്രൈ ആകും. കാസറോളിൽ ചൂടോർക്ക് വെച്ചിട്ടൊന്ന് അടച്ചു എടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും.
ഇനി ഇത് ഒരു ഭാഗം ആവുമ്പോൾ നമുക്ക് ബബിൾസ് ഒക്കെ വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതാ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ പൊന്തി വരും. അപ്പൊ ഒരുപാട് പേരുടേതാണ് കേട്ടോ നമ്മൾ ഈസ്റ്റ് ഒക്കെ ഇട്ടാൽ നന്നായിട്ട് പൊന്തി വരില്ല എന്നൊക്കെ. അപ്പൊ ആ ഈസ്റ്റിന്റെ കുഴപ്പം കൊണ്ടാണ് നല്ല ഇൻസ്റ്റന്റ് ഈസ്റ്റ് തന്നെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ആ കുബൂസൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു കാസറോൾ ഇട്ട് വെക്കാം. ഇനി നമുക്ക് ചിക്കനാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ചിക്കൻ ഞാൻ സ്ലൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ 1 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പൊ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതേ സ്പൂണിൽ തന്നെ ഞാൻ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 3/4 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ ജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് തൈര്, നല്ല തൈര്, കട്ട തൈര് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ജ്യൂസി ആയിട്ട് ഇരിക്കുന്നത്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. കാരണം ഈ എരിവ് ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ സോസ് ഒന്ന് റെഡിയാക്കാം. ആദ്യം തന്നെ മയോണൈസാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോ ഇവിടെ കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു കിഴങ്ങിന്റെ ഇത് ഞാൻ പറഞ്ഞു തരാം. ഒരു കിഴങ്ങിന്റെ ഇതാണ്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാ വെച്ചാൽ വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ 3 മതി, ചെറുതാണെങ്കിൽ ഇതുപോലെ 4 എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചെടുത്തത് പിന്നെ 1/3, അതായത് പിന്നെ 1/4 ഭാഗം പാല് ആണ് ഒഴിച്ചു കൊടുത്തത്. 1/4 കപ്പിൽ അധികം പാല് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതേ അളവ് തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. ആ ഓയിൽ ഞാനിതാ ഒരു 3 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാ ഇത്തിരി വിനാഗിരി കൂടി ചേർത്തിട്ട് ആ സൺഫ്ലവർ ഓയിൽ പിന്നെ ഞാൻ 1 സ്പൂൺ അളവിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഓയിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല, മൊത്തം 5 സ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലൊരു എരിവില്ല സോസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് ഞാനിതാ ഒരു 2-2.5 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുക. അപ്പൊ എന്താവും നല്ല പോലെ അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ഇതാ ഒരു 1/2 മുറി സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, അതിലേക്ക് 1 സ്പൂൺ അളവിൽ സോയാ സോസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂൺ അളവില് തക്കാളി സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഉപ്പ് ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഓൾറെഡി നമ്മളെ സോയാ സോസിൽ ഉപ്പുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാനിതാ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ 2 സോസ് നമുക്ക് എന്ത് ചെയ്യാച്ചാല് ഫ്രിഡ്ജിൽ ഒന്ന് വെക്കാം. അപ്പൊ നന്നായിട്ടൊന്ന് തിക്കായിട്ടും വരും. അപ്പൊ എടുക്കാൻ ടൈമിൽ എടുത്താൽ മതി. ഇപ്പൊ 2 സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ മാഗ്നേറ്റ് ചെയ്ത ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പൊ ഒരുപാട് ഓയിലൊന്നും വേണ്ട, കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ചേർക്കുമ്പോൾ നല്ല പുറത്തുനിന്നൊക്കെ കഴിക്കണം അതേ ടേസ്റ്റ് തന്നെ വരും കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാളും നല്ലത് ഇതുപോലെ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത് ഈ ഒരു ഇതിൽ ചെയ്യുമ്പോൾ. ഇതിവിടെ ആയിട്ടുണ്ട്. ഞാനിപ്പോ വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇനി നമുക്കതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഞാനതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്.
ഇനി നമുക്ക് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പൊ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഉണ്ടാക്കാൻ തോന്നി. നമുക്ക് വീട്ടിലൊക്കെ വേറെ പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ടുള്ളതാണെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഇത് കുറച്ചൊന്ന് ഉണ്ടാക്കി എടുക്കാൻ വിചാരിച്ച്. അപ്പൊ ഞാനിതാ ഇതുപോലെ ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് എന്ത് ചെയ്യാച്ചാൽ ഇതിലേക്ക് വെള്ളം പാർന്നിട്ട് നല്ല പോലെ അതിന്റെ കറകളൊക്കെ ഒന്ന് കളയണം. ഇനി ഒന്ന് കഴുകി വാർത്ത് വെക്കണം കേട്ടോ. അപ്പൊ അതാ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് കോരി മാറ്റിയിട്ട് വെക്കാം. ഇനി നന്നായിട്ട് വെള്ളം തോർന്ന് വരണം കേട്ടോ. അതാ ചൂടായ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി നല്ല ടേസ്റ്റും കേട്ടോ. അപ്പൊ ഈ ഒരു വിധത്തിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇനിയിപ്പോ ഞാൻ വെജിറ്റബിൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കുക്കുംബർ, അതുപോലെ തന്നെ ഒരു സവോള, പിന്നെ ഒരു ക്യാരറ്റും ഒരു ചെറിയൊരു മുറി ക്യാബേജും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ തിന്നായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ആക്കിയെടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ് നമ്മൾ അതിൽ വെക്കുമ്പോൾ ചെയ്യാട്ടോ. നല്ല തിന്നായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ നോക്കുക. ഇനി അതായത് പിന്നെ ഉള്ളി ആയാലും ക്യാരറ്റും ഒക്കെ നമ്മൾ തിന്നായിട്ട് തന്നെ ആക്കിയെടുക്കണം. സ്ലൈസ് ആക്കിയിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കുക. ഒരുപാട് അങ്ങോട്ട് ആക്കരുത് കേട്ടോ. വെറുതെ കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ അതാ ഞാൻ കുബൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മയോണൈസ് ആണ്. മയോണൈസ് ഇപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ രീതിയിലാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഈ രീതിയിലൊന്നും നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം. ഇനി നമുക്ക് എരിവുള്ള നമ്മളെ ചില്ലി ഫ്ലേക്സിന്റെ സോസ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെറും തക്കാളി സോസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ അതിലേറെ ഒന്നും കൂടി ടേസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ചെയ്തപ്പോഴാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിളും പിന്നെ നമ്മളെ ചിക്കൻ പീസും കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ പീസും കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതാ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സോസുകളൊക്കെ ചേർത്ത്. ഇപ്പൊ ഞാനൊരു സോസ് ചേർത്തിട്ടാണ് ഇതൊന്ന് പിന്നെ റോൾ ചെയ്തെടുക്കുന്നത്. സോസ് ചേർക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലൊക്കെ ജ്യൂസി ആയിട്ട് വരണമെങ്കിൽ ആ സോസും കൂടെ മേലെ വരുമ്പോഴാണല്ലോ ആ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളുടെ ഓപ്ഷനാണ്, അവരവന്റെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിതാ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഞാനിതുപോലെ ഒരു 4 റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആട്ടോ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കണം അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ആ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ചിക്കൻ ഷവർമയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളെ കമന്റ് താഴെ ഒന്ന് പറയാ. അപ്പൊ നിങ്ങളെ കമന്റിലാണ് നമ്മളെ ഓരോ വീഡിയോസും ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു ചാനൽ കൊണ്ടുവരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ടും വരാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.